എല്ലാവിധ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ശേഖരം ഒരു കുടക്കീഴിൽ 30% മുതൽ 50% വരെ ഓഫറുകളുമായി പ്രത്യേക കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു. VM സൂപ്പർ വാല്യൂ, ചേലക്കര, മുള്ളൂർക്കര, വാഴക്കോട്. ചേലക്കര കെയർ ക്ലബ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു. പുലാക്കോട് വെച്ച് നടന്ന പരിപാടി ചേലക്കര സബ് ഇൻസ്പെക്ടർ CG സാബു ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് കെയർ ക്ലബ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചത്. ചടങ്ങിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി. ചേലക്കര സബ് ഇൻസ്പെക്ടർ CG ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സൗജന്യ വിദ്യാഭ്യാസം എന്നുള്ളത് 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യ വിദ്യാഭ്യാസം നൽകണമെന്നുള്ളതാണ്. അത് എല്ലാ സ്കൂളുകളിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ പഠനോപകരണങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ പലപ്പോഴും ലഭിക്കാറില്ല. അതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച കെയർ ക്ലബ്ബ് ഭാരവാഹികളെ ഞാൻ പ്രത്യേകം അനുമോദനം അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം ഈ പരിപാടിയിൽ ഭാഗഭാക്കായിക്കൊണ്ട് എല്ലാതര അനുമോദനങ്ങളും അർപ്പിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. കെയർ ക്ലബ് ചെയർമാൻ A. രതീഷ് അധ്യക്ഷത വഹിച്ചു. നിരാലംബരായിട്ടിരിക്കുന്ന ആളുകളെ സഹായിക്കുന്ന തരത്തിലേക്ക് എല്ലാ കാലവും മാറാൻ സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ തന്നെയാണ് ഈ ട്രസ്റ്റ് മുന്നോട്ട് നയിക്കാൻ എന്നോടൊപ്പം എൻ്റെ സഹപ്രവർത്തകരും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഇന്ന് ഇവിടെ വരെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഇതേപോലെ തന്നെ ചേലക്കരയിൽ വെച്ച് നമ്മൾ ഇത്തരത്തിലൊരു പരിപാടി അതിവിപുലമായിട്ട് നടത്താൻ നമുക്ക് സാധിച്ചു. ഇത്തവണയും അതുപോലെ തന്നെ മെച്ചപ്പെട്ട രീതിയിൽ ഞങ്ങൾക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത്. എന്തായാലും ഇത്തവണ നമുക്കൊരു സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് കൊണ്ടുപോകേണ്ടി വന്നു. കഴിഞ്ഞ തവണ നമ്മൾ ആരംഭ കാലഘട്ടമായതുകൊണ്ട് ഇതിൻ്റെ ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ടുള്ള ഓഡിറ്ററുടെ നിർദ്ദേശപ്രകാരമുള്ള പരിപാടികൾ മാത്രമാണ് ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ ട്രസ്റ്റ് പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് എക്കാലവും എല്ലാ സമയത്തും നമ്മളെ കൊണ്ടാവുന്ന തരത്തിലുള്ള സഹായവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ സർവേശ്വരം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഇന്ന് നമ്മൾ കൃത്യമായിട്ട് ഇന്ന് ഈ പരിപാടിയിലേക്ക് ബഹുമാനപ്പെട്ട ചേലക്കരയുടെ SC സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആചാര്യനും ഒപ്പം തന്നെ ഖത്തീബും വന്നിട്ടുള്ളതിൻ്റെ കാര്യം നമ്മൾ സാധാരണ ഈ കാലഘട്ടം കടന്നു പോകുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കൗമാരക്കാരെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നെല്ലാം ഒരു മാറ്റം നമുക്കുണ്ടാവാൻ ഒരു അവയർനെസ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അവരെയൊക്കെ നമ്മൾ ഇന്ന് വേദിയിലേക്ക് വിളിച്ചിട്ടുള്ളതും ഒപ്പം അവർ വരാമെന്ന് നമ്മളോട് ഏറ്റതും. നിങ്ങൾക്കൊക്കെ ഒരു കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് സമയമെങ്കിലും ഏതെങ്കിലും അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയുമെങ്കിൽ അതൊരു ഗുണമാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും ട്രസ്റ്റ് വൈസ് ചെയർമാൻ A. സൈനുദ്ദീൻ, തോട്ടുപാലം ഖത്തീബ് മുഹമ്മദ് സുലൈമാൻ അൽമദ്നി, ആധ്യാത്മിക ആചാര്യൻ അച്യുതൻകുട്ടി പുന്നശ്ശേരി, ട്രഷറർ ബിജി സുരേഷ്, റംല ചേലക്കര, KDFD നേതാക്കളായ വാസു, കുമാരൻ, രവി, K. രാധാകൃഷ്ണൻ, K. ജാനു, ഗീത ചന്ദ്രൻ, സരോജിനി നാട്ടിൻചിറ, R. സുനിൽകുമാർ എന്നിവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു.
റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര.